ഭാഗം 13. രണ്ടാം മരുഭൂമി ദിനത്തിലേക്ക് നേരം പുലർന്നു. കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ തളർന്നു പോയിരുന്നു. കാലത്ത് എഴുന്നേറ്റപ്പോൾ ദേഹത്തും കാലിനും കൈയിനും ഒരു വേദനയും കടച്ചിലും. ദിവസം മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് മണൽ വാരിയാൽ ഇല്ലാത്ത വേദനയായിരുന്നു അത്. വേദനയേക്കാളേറെ പണിക്കു ശേഷം ഒന്ന് കുളിച്ച് വൃത്തിയാക്കാൻ കഴിയാത്തതിൻ്റെ അസ്വസ്ഥതയായിരുന്നു കൂടുതൽ. ദിവസം മുഴുവൻ വെള്ളത്തിൽ കിടക്കുന്നവനായിരുന്നു ഞാൻ. എന്നാലും പണി കഴിഞ്ഞ് ഒന്ന് കുളിക്കാതെ ഒരിക്കലും ഞാൻ കരയ്ക്ക് കയറിയിട്ടില്ല. ഇതു പക്ഷേ ദിവസം മുഴുവൻ വെയിലത്ത് നടന്ന് വിയർപ്പീറ്റി ആടുകൾക്കിടയിലൂടെ നടന്ന് നാറി അവയുടെ മൂത്രവും കാട്ടവും പറ്റി അതേ പടുതിയിൽ കിടക്കേണ്ടി വന്നതിൻ്റെ അസ്വസ്ഥത. കക്ഷവും കാലിനിടയും ഒക്കെ ഒട്ടിപ്പിടിക്കുന്നതുപോലെ. അതിനിടയിൽ അർബാബിൻ്റെ ഒരു നാറിയ കുപ്പായം കൂടിയായപ്പോൾ പൂർണ്ണമായി. വിയർപ്പിൽ വിങ്ങിക്കുതിർത്ത ഷൂവിൻ്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. ആ അസ്വസ്ഥതയിലും വേദനയിലും അങ്ങോട്ട് എഴുന്നേറ്റിരുന്നതേയുള്ളൂ. ഭീകരരൂപി ഒരു അലുമിനിയം പാത്രം എൻ്റെ കയ്യിൽ വെച്ചു തന്നു. പോയി ആടിനെ കറന്നുകൊണ്ടുവരുവാൻ കയ്യാങ്ങത്തിലൂടെ നിർദ്ദേശിച്ചു. ആടിനെ കറക്കാൻ ഈ ഞാനോ? അപ്പോൾ സത്യത്തിൽ ഞാൻ അനുഭവിച്ച ശൂന്യത അറിവില്ലായ്മയുടെ ഒരു ഗർത്തത്തിൽ വീണതുപോലെ. എൻ്റെ നല്ല ജീവിതത്തിൽ ഞാനൊരാടിനെ അടുത്ത് കണ്ടിട്ടില്ല. ശരി, നിങ്ങൾ അതിശയിക്കും. ഒരാടിനെ ഇതുവരെ അടുത്ത് കണ്ടിട്ടില്ലെന്നോ? നിങ്ങൾ ഏതു ദേശത്തു നിന്നാണ് വണ്ടി കയറി വന്നിരിക്കുന്നത്? ഉണ്ട്, ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ആടെന്നാൽ മനുഷ്യൻ സാമൂഹിക ജീവിതം തുടങ്ങിയ കാലം മുതൽ BC 6000 7000 കാലഘട്ടം മുതൽക്ക് തന്നെ മനുഷ്യനുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവി. നമ്മുടെ അയൽപക്കത്തെ മറിയുമ്മയും ജാനകി അമ്മയും വേലായുധൻ കുട്ടിയും പോറ്റി വളർത്തുന്ന ഒരു സാധുജീവി. ആടുകളെ കാണാൻ നല്ല അഴകാണ്. കുട്ടിയാടുകളെ കണ്ടാൽ ആർക്കും എടുത്തൊന്ന് താലോലിക്കാൻ തോന്നും. അത് നമുക്ക് പാല് തരും, കുട്ടികളെ തരും, കാട്ടം തരും, പാല് കുടിക്കാം. കുട്ടികളെ വ്യാഴാഴ്ച ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. കാട്ടം വാഴച്ചോട്ടിലിടാം. അത് ചപ്പു തിന്നും, പോച്ച തിന്നും, കാടി കുടിക്കും. ചീനയില തിന്നാൽ കട്ടുപിടിക്കും, പ്ലാവില തിന്നാൽ സന്തോഷിക്കും. അതിനപ്പുറം ആടുകളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്കും. ആടുകളുടെ ജന്മദേശമേത്? അതിൻ്റെ പൂർവികരാര്? എത്ര തരം ആടുകളുണ്ട്? എന്തൊക്കെയാണ് ഓരോ വിഭാഗത്തിൻ്റെയും ഗുണഗണങ്ങൾ? ഇത്തരം വലിയ കാര്യങ്ങളൊന്നും അറിവില്ലാത്തത് പോട്ടെ, ആടുകളെ സംബന്ധിച്ച ഏറ്റവും പ്രാഥമിക അറിവുകളിൽ പോലും ഞാൻ തീർത്തും ശൂന്യനാണ്. ആടിൻ്റെ അകിടിൽ എത്ര മുലകളുണ്ട്? ആടിൻ്റെ കാലുകളിൽ എത്ര കുളമ്പുകളുണ്ട്? ആടിൻ്റെ ഗർഭകാലം എത്ര? പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര കാലം പാൽ തരും? ഒരു തവണ എത്ര പാൽ ചുരത്തും? ഒരാടിനെ ഒരു ദിവസം എത്ര പ്രാവശ്യം കറക്കണം? ആടിനെ കറക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ പീച്ചിയാലാണ് പാല് വരിക? പശുക്കളെപ്പോലെ ആടുകളും പിൻകാലുകൾ കൊണ്ടാണോ തൊഴിക്കുന്നത്? അതോ കുതിരകളെപ്പോലെ മുൻകാലുകൾ കൊണ്ടോ? അത് തൊഴിച്ചാൽ എങ്ങനെ ഒഴിഞ്ഞു മാറും? ഒന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. അറിയാൻ ഞാൻ ആരോടും ഒരിക്കലും ആടുകളെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇതാണ് എനിക്കായി ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന തൊഴിലെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. എൻ്റെ 2 വീടപ്പുറത്തെ ജാനകി അമ്മയ്ക്ക് 3 ആടുകളുണ്ട്. ഞാൻ അവയെ കണ്ടിട്ടുണ്ട്, വഴിവെക്കിലും പറമ്പിലുമൊക്കെ പുല്ല് കടിച്ചു നിൽക്കുന്നത്. അതിൻ്റെ കുട്ടികൾ അവിടെ തുള്ളിച്ചാടി നടക്കുന്നത് അത് കറവയുള്ളതായിരിക്കണം. അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ പോയി ആടിനെ കറക്കാൻ പഠിച്ചിട്ട് വരുമായിരുന്നു. പക്ഷേ ഞാനവയെ ഒന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. നമുക്ക് ചുറ്റും അങ്ങനെ എത്രയെത്ര ജീവികൾ ജീവിച്ചു പോകുന്നു. ഇനിയിപ്പോൾ പശുവിനെ വളർത്താനായിരുന്നെങ്കിലും, പട്ടിയെ നോക്കാനായിരുന്നെങ്കിലും, കുതിരയെ വളർത്താനായിരുന്നെങ്കിലും സ്ഥിതി ഏറെയൊന്നും മെച്ചപ്പെടാനായിട്ടിടയില്ല. നാം അവയെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കൂടിയില്ല എന്നതാണ് കാരണം. ഒരാവശ്യം വരുമ്പോൾ മാത്രമാണ് നാം അവയെപ്പറ്റി ആലോചിക്കുന്നത്. നോക്കാമായിരുന്നു, പഠിക്കാമായിരുന്നു, മനസ്സിലാക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നത്. പ്രകൃതിയിലേക്ക് നിരന്തരം കണ്ണുകൾ തുറന്നു വയ്ക്കേണ്ടതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ മാത്രമാണ് ബോധ്യപ്പെട്ടത്. പൂർണ്ണമായും ഒരാവശ്യത്തിലേക്ക് വീണ് കഴിഞ്ഞ ശേഷം മാത്രം. പിന്നെന്താണ് ചെയ്യുക? എല്ലാവരും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ വിജയിക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരുന്നതുമായ ആവശ്യത്തിൽ നിന്നും കാര്യങ്ങൾ സ്വയം ഗ്രഹിച്ചെടുക്കുക എന്ന നിലയിൽ ഞാൻ എത്തിച്ചേർന്നു. ഞാൻ പാൽപാത്രവുമായി മസ്രയ്ക്കുള്ളിലേക്ക് കയറി. ഒരു ആടിൻ്റെ അടുത്ത് ചെന്നു. നാട്ടിലാണെങ്കിൽ കറക്കുന്നതിന് മുമ്പ് പശുവിൻ്റെയും മറ്റ് അകിട് കഴുകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്.
ഇവിടെ പിന്നെ ആർക്കും കുളിയും നനയും ഒന്നുമില്ലാത്തതുകൊണ്ട് കഴുകൽ വേണ്ട. പതിയെ ഒരാടിൻ്റെ പിന്നിൽ ചെന്നിരുന്ന് പാത്രം അകിടിനോട് ചേർത്ത് പിടിച്ചു. പിന്നെ മുലയിൽ പിടിച്ചൊരു വലി. പാൽ ഒരു തുള്ളി പോലും വന്നില്ലെന്ന് മാത്രമല്ല, ആട് എന്നെയും പാത്രത്തിനെയും തള്ളിമറിച്ചിട്ടുകൊണ്ട് മറ്റു ആടുകൾക്കിടയിലൂടെ കുതറി ഓടുകയും ചെയ്തു. വെകിളി പിടിച്ച ആ ഓട്ടം കണ്ട് മറ്റാടുകളും മസ്രയ്ക്കുള്ളിൽ തലങ്ങനെയും വിലങ്ങനെയും ഓടാൻ തുടങ്ങി. അതിലൊരെണ്ണം വീണ് കിടന്ന എൻ്റെ മുതുകിനെ ചവിട്ടിക്കൊണ്ടാണ് ഓടിയത്. അത് ശരിക്കും ഏറ്റു. ഞാൻ പുളഞ്ഞുപോയി. ഞാൻ വല്ലവിധേനയും എഴുന്നേറ്റ് ഓട്ടം നിർത്തിയ മറ്റൊരാടിൻ്റെ മൂട്ടിൽ ചെന്നിരുന്നു. അതിൻ്റെ മുലയിൽ തൊട്ടപ്പോഴേക്കും അത് ചാടി ഓടിക്കളഞ്ഞിരുന്നു. അടുത്ത ഒന്നിനെ കറക്കാൻ നോക്കി. അതും ഓട്ടം തന്നെ. ഇങ്ങനെ ഓടിക്കളിക്കുന്ന ആടിനെ എങ്ങനെ കറക്കാനാണ്? എൻ്റെ പടച്ചോനെ, ഞാൻ ആ മസ്രയ്ക്കുള്ളിൽ നിന്നും വിഷമിച്ചു പോയി. പിന്നെയും ഞാൻ വർദ്ധിച്ച വീര്യത്തോടെ ഒരാടിനെ കറന്നിട്ട് തന്നെ കാര്യം എന്ന വാശിയോടെ അടുത്ത ആടിൻ്റെ മൂട്ടിൽ ചെന്നിരിക്കും. അത് അതിൻ്റെ പാട്ടിന് പോകും. പിന്നെയും മറ്റൊരാടിനെ നോക്കും. അതും അതിൻ്റെ പാട്ടിനോടും. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം അർബാബും ഭീകരരൂപിയും കൂടി ഞാൻ കറന്നെടുത്ത പാലിൻ്റെ അളവ് നോക്കാനായി മസ്രയ്ക്കുള്ളിലേക്ക് കയറി വന്നപ്പോഴും എൻ്റെ പാത്രത്തിൽ ഒരു തുള്ളി പാല് പോലും വീണിട്ടുണ്ടായിരുന്നില്ല. എന്നു മാത്രമല്ല, അപ്പോഴും ഞാൻ ആടുകളുടെ മൂട്ടിൽ കിടന്ന് തവളച്ചാട്ടം നടത്തുകയായിരുന്നു. എൻ്റെ ആ ചാട്ടവും പടുതിയും കണ്ട് അർബാബ് എന്തോ പുലഭ്യം പറഞ്ഞിട്ട് കൂടാരത്തിലേക്ക് പോയി. ഭീകരരൂപി എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കയ്യിൽ നിന്നും പാത്രം പിടിച്ചു വാങ്ങി. പിന്നെ എങ്ങനെയാണ് ഒരാടിനെ കറക്കാൻ സമീപിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നു. ഒരാടിനെ കറക്കാൻ ഒരിക്കലും അതിൻ്റെ പിന്നിലൂടെ ചെല്ലരുത്, മുന്നിലൂടെ വേണം ചെല്ലാൻ. ചെന്നാലുടൻ കറക്കാൻ തുടങ്ങരുത്. പതിയെ അതിൻ്റെ കവിളിലും ചെവിയിലും തലയിലും തലോടി ഒരു കുട്ടിയെന്ന പോലെ ഒന്ന് ലാളിക്കണം. പുറത്ത് ഒന്ന് തടവണം, മുതുകിന് ഒന്ന് തട്ടണം. പിന്നെ പതിയെ അതിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു വശത്തായി ഇരിക്കണം. അടിവയറ്റിൽ 2-3 തവണ തടവണം. പിന്നെ പതിയെ മുലയിലൊന്ന് തൊടണം. ആടൊന്ന് ഞെളിപിരി കൊള്ളും. മനുഷ്യന് മാത്രമല്ല, ആടുകൾക്കുമുണ്ട് ഇക്കിളി. ഒരു കന്യകയുടേതെന്ന പോലെ പതിയെ അതിൻ്റെ മുലയിൽ പിടിച്ച് തലോടി അതിൻ്റെ ഇക്കിളി മാറ്റണം. നാട്ടിലാണെങ്കിൽ ഈ പണികളെല്ലാം അതിൻ്റെ കുട്ടി ചെയ്തോളും. അമ്മയും കുഞ്ഞും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ചേർന്നുരമ്മലുകളിൽ ഇക്കിളി മാറി ചുരത്തി തുടങ്ങുന്ന മുല കറന്നാൽ മാത്രം മതി. ഇവിടെ ഇക്കിളി മാറ്റാനും ചുരത്തിൽ തുടങ്ങാനും കുട്ടികളില്ല. അതുകൊണ്ട് ആ പണി കൂടി നാം തന്നെ ചെയ്യണം. ഇക്കിളി മാറി എന്നുറപ്പായാൽ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് മുകളിൽ നിന്നും താഴേക്ക് മുല പതിയെ പീച്ചണം. അതൊരിക്കലും വേദനിപ്പിക്കുന്ന തരത്തിലാവരുത്. എന്നാൽ പാൽ വരാൻ പാകത്തിൽ മുറുക്കയും ആയിരിക്കണം. വളരെ പതിയെ മാത്രം ശീലിച്ചെടുക്കാവുന്ന ഒരു പാകമാണത്. ആ പാകത്തിൻ്റെ തിട്ടമാണ് ഒരു കറവക്കാരൻ്റെ ജോലിമൂല്യം. പാത്രം ഒരു കൈയിൽ വെച്ചിട്ട് മറുകൈയും കൊണ്ട് ഒരിക്കലും കറക്കാൻ ശ്രമിക്കരുത്. നല്ലൊരു ശീലമല്ലത്. പാത്രം നിലത്ത് വയ്ക്കണം. ഒരു കൈ കൊണ്ടും പീച്ചുമ്പോൾ മറുകൈ കൊണ്ട് പതിയെ മുലയൊന്ന് തടവിക്കൊടുക്കണം. ഏത് ചാട്ടക്കാരി ആടും അവിടെ നിൽക്കും. നമ്മളെ തൊഴിക്കില്ല, ചാടില്ല, പാത്രം തട്ടിമറിക്കില്ല, ഒന്നുമില്ല. ആ സുന്ദരമായ കാഴ്ച, ഭീകരരൂപി ആടിനെ മെരുക്കിയെടുത്ത് കറക്കുന്ന കാഴ്ച ഞാൻ അതിശയത്തോടെ നോക്കി നിന്നു പോയി. അതുവരെ എൻ്റെ മുമ്പിൽ ചാടി മറിഞ്ഞ ആടുകളുടെ മേടൊക്കെ എവിടെ പോയെന്ന് സത്യമായും ഞാൻ അതിശയപ്പെട്ടു പോയി. കുറേ ആടുകളെ കറന്ന ശേഷം ഭീകരരൂപി പാത്രം എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പതിയെ അയാൾ ചെയ്തതൊക്കെ അതുപോലെ ചെയ്തു. തീർച്ചയായും ആ പ്രവൃത്തികൾക്ക് അനുകരണത്തിൻ്റെ വലിയ ദോഷമുണ്ടായിരുന്നു. ആ ചേഷ്ടകളൊക്കെ ഒരു മൃഗസ്നേഹികളിൽ നിന്നും സ്വാഭാവികമായി ഉരുകിത്തിരിഞ്ഞ് വരേണ്ടതാണെന്നും അതുപോലെ ഗ്രഹിച്ചെടുക്കാൻ മൃഗങ്ങൾക്ക് കഴിയുമെന്നും പിന്നീട് എപ്പോഴോ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ആടുകളുമായുള്ള നിത്യപരിചയം. തൻ്റെ മുലയിൽ ദിവസേന തൊടുന്ന കൈ മാറിയാൽ അത് ആടിന് തിരിച്ചറിയാമെന്നാണ് പറയുന്നത്. എന്നിട്ടും ഒരാടിനെ മെരുക്കി ഞാൻ അതിൻ്റെ മുലയിൽ കൈവച്ചു. എൻ്റെ പാൽ പാത്രത്തിലേക്ക് ആദ്യത്തെ തുള്ളി പാൽ ചീറ്റി വീണപ്പോൾ ഞാൻ അനുഭവിച്ച നിർവൃതി അതെത്രയെന്ന് പറഞ്ഞറിയിക്ക വയ്യ. എന്തോ ഒരു വലിയ തൊഴിലിനുള്ള പരിശീലനം ഞാൻ കരസ്ഥമാക്കിയതുപോലെ. ഇനി മേലിൽ എൻ്റെ കൂടി സംരക്ഷണതയിൽ വളരേണ്ട ആടുകളിൽ ഒന്ന് ഒരു കൈപരിധിക്കുള്ളിൽ വന്നിരിക്കുന്നു. ബാക്കിയുള്ളവ ഇതിൻ്റെ പിന്നാലെ വന്നുകൊള്ളും. വല്ല വിധത്തിലും അന്ന് അരപ്പാത്രം പാൽ കറന്നെടുത്ത് മസ്രയ്ക്ക് പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു വലിയ കഠിനാധ്വാനം കഴിഞ്ഞിട്ടെന്ന പോലെ ആ പ്രഭാതത്തിലും ഞാൻ വിയർത്ത് കുളിച്ചിരുന്നു.